ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ ജൂലൈ എന്ന് പറയുന്നത് എക്സാമിന്റെ ഒരു ടൈമാണ്. അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. എന്നിരുന്നാലും ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്, ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ എത്ര മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്, അതുപോലെ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കറക്റ്റ് ഫോളോ അപ്പ് കിട്ടാനും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും നിങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈ വരുന്ന ജൂൺ ജൂലൈ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BA, BCom, BBA, BSW പോലുള്ള കോഴ്സുകൾക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ക്രെഡിറ്റ് പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. BA കോഴ്സുകൾക്കും MA കോഴ്സുകൾക്കും, അതായത് ഗ്രാജുവേഷനും ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ UG പ്രോഗ്രാം, അതായത് ഡിഗ്രി പ്രോഗ്രാം ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് 35% ആണ് ഓൾമോസ്റ്റ് എല്ലാ ഡിഗ്രിക്കും പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ MA കോഴ്സ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാസ്റ്റർ എടുക്കുന്ന സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സിൽ ഒരു 40% ഒക്കെയാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് പാസിംഗ് മാർക്ക്. ഡിഗ്രി തന്നെ ആയാലും ചില കോഴ്സുകൾക്ക്, ഇപ്പോൾ BA, BSW മുതലായ കോഴ്സുകൾക്ക് 40% തന്നെ മാർക്ക് വേണം എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഡിഗ്രി കോഴ്സിൻ്റെ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 35% ആണ് നിങ്ങൾക്ക് മാർക്ക് പാസ്സാവാൻ വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എടുത്തു, ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 35% മാർക്ക്, ഇപ്പോൾ 100-ലുള്ള സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കാം. 100 മാർക്കിലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 35 മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ 50-ലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ നിങ്ങൾക്ക് 18 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. അപ്പോൾ ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഗ്രേഡ് പോയിന്റ് വരുന്നത്. ഇപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് ക്രെഡിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അസൈൻമെന്റും അതുപോലെ തിയറി മാർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അസൈൻമെന്റ്, തിയറി മാർക്ക്, പ്രാക്ടിക്കൽ, അതുപോലെ ഇന്റേൺഷിപ്പ്, വർക്ക് ബുക്ക് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്രെഡിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങളും, എക്സാം ആയാലും അസൈൻമെന്റ് ആയാലും ഇന്റേൺഷിപ്പ് ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളുടെ മാർക്ക് ഫൈനൽ ഗ്രേഡ് കാർഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിസ്സാരമാണ് അസൈൻമെന്റ് അല്ലെങ്കിൽ എക്സാം ഇപ്പോൾ ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എല്ലാം നന്നായിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഗ്രേഡ് കാർഡ് എങ്ങനെയാണ് വരുന്നത്, അതിലെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മാർക്കൊക്കെയാണ് ആഡ് ചെയ്തിട്ട് ഏത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ 70%-ഉം അതുപോലെ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ 30%-ഉം മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത്. ഇപ്പോൾ 70 + 30 എന്ന് പറയുന്നത് 100 ആണെന്ന് അറിയാം. ഫൈനൽ ഗ്രേഡ് കാർഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കും. അതായത് 70%, ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം, 70% നിങ്ങളുടെ തിയറി മാർക്കിൻ്റെ 70%-ഉം അസൈൻമെൻറ്റ് മാർക്കിൻ്റെ 30%-ഉം ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ഗ്രേഡ് കാർഡ് കംപ്ലീറ്റ് ആയോ, നിങ്ങൾ ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് ആണെന്ന് കാണിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ 35% മാർക്കാണ് നിങ്ങൾക്ക് മിനിമം വേണ്ടത്.
ഇപ്പോൾ 100-ലാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ 35 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടത്. അപ്പോൾ ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങളുടെ തിയറി മാർക്കിൽ 35 മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ എന്ന് വിചാരിക്കാം. അതുപോലെ അസൈൻമെന്റിലും നിങ്ങൾക്ക് മിനിമം മാർക്ക് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ നമ്മൾ മിനിമം മാർക്ക് കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ടേം ആൻഡ് എക്സാമിനേഷൻ ഒരു 35 മാർക്ക് ഒരു സ്റ്റുഡൻറ്റിന് കിട്ടി, അസൈൻമെന്റും അതുപോലെ 35. അപ്പോൾ നമ്മൾക്ക് ടേം ആൻഡ് എക്സാമിനേഷന് ഒരു സ്റ്റുഡൻറ്റിന് 35 മാർക്ക് കിട്ടി, അതുപോലെ അസൈൻമെന്റിനും 35 മാർക്ക് കിട്ടി. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് മിനിമം പാസ്സാവാൻ അസൈൻമെന്റിന് 35 ആണ്, അതുപോലെ തിയറി പേപ്പറിന് 100-ൽ 35 മാർക്കാണ് മിനിമം പാസ്സാവാൻ വേണ്ടത്. ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷന് കിട്ടിയ മാർക്ക് 35 ആണ്. 35ന്റെ 70% എന്ന് പറയുന്നത് 24.5 ആണ്. അതുപോലെ അസൈൻമെന്റിന് 35 മാർക്ക് കിട്ടിയെങ്കിൽ 30%, 35 മാർക്കിന്റെ 30% എന്ന് പറയുന്നത് 10.5 ആണ്. ഇപ്പൊ 2 മാർക്കും കാൽക്കുലേറ്റ് ചെയ്ത് 100-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രേഡ് കാർഡ് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ടോട്ടൽ രണ്ടും കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 35 മാർക്സ് ആണ് വരുന്നത്. 35 മാർക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദാറ്റ് കംപ്ലീറ്റഡ്. 35 to 40 മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റഡ് ആണ്. അതായത് നിങ്ങളുടെ ഡിഗ്രി ആ ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഗ്രേഡ് കാർഡ് ഓൾമോസ്റ്റ് എല്ലാവരും ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ചിലവരുടെ അസൈൻമെന്റിന്റെ റിസൾട്ട് ചിലവരുടെയും വരാനുണ്ട്. അപ്പം അത് രണ്ടും കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് കാർഡ് വരുന്നത്. അപ്പം നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഗ്രേഡ് കാർഡിൽ കംപ്ലീറ്റഡ് എന്ന് കാണിച്ചാലും ന്യൂമറിക്കൽ ഗ്രേഡ് എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ്റിൻ്റെ D ആണ്. അപ്പോൾ മിനിമം മാർക്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 35 മാർക്കാണ് ആ സ്റ്റുഡൻറ്റിന് കിട്ടിയതെങ്കിൽ ന്യൂമറിക്കൽ ഗ്രേഡ് എന്ന് പറയുന്നത് D ഗ്രേഡ് ആണ്. അതുപോലെ ക്വാളിറ്റേറ്റീവ് ലെവൽ എന്ന് പറയുന്നത് ആവറേജ് ആണ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ലെവൽ അനുസരിച്ചിട്ടാണ് പോയിന്റ് ഗ്രേഡ് വരുന്നത്. ഈ മാർക്കാണ് ടോട്ടൽ കിട്ടിയതെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് പോയിന്റ് ഗ്രേഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ന്യൂമറിക്കൽ ഗ്രേഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാർട്ടിൽ കൗണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്വാളിറ്റേറ്റീവ് ലെവൽ എന്ന് പറയുന്നത് ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, എക്സലൻ്റ് ആണോ എന്നറിയാനുള്ള ഒരു യൂണിവേഴ്സിറ്റി ചാർട്ടും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ആ ഒരു ഏത് റേഞ്ചിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള പോയിന്റ് ഗ്രേഡും നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് യൂണിവേഴ്സിറ്റി മാർക്ക് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാക്സിമം നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുക. ഇപ്പോൾ തിയറി മാർക്കിലായാലും അസൈൻമെൻറ്റിലായാലും, അസൈൻമെൻറ്റ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ നിസ്സാരമായിട്ട് റഫർ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും നമ്മുടെ ഒരു അസിസ്റ്റൻസോട് കൂടെ നമ്മൾ പ്രത്യേകമായിട്ട് ടീച്ചേഴ്സിനെ കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും തരുന്നത്. അപ്പോൾ ഇതിൽ അസൈൻമെൻറ്റിൻ്റെ മാർക്കാണ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം എല്ലാവർക്കും തിരക്കാണ്, കാര്യങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അസൈൻമെന്റിന്റെ മാർക്ക്, നല്ല മാർക്ക് ഒരുപാട് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ആയാലും നമ്മുടെ അസിസ്റ്റൻസിന് പുറമെ അവരുടെ എഫേർട്ടും എടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ അസൈൻമെന്റ് പ്രസന്റ് ചെയ്യണം. അപ്പം നമ്മളുടെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പം ആ ഒരു എഫേർട്ട് പുറമെയുള്ള സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അസൈൻമെന്റിന് 90+ കിട്ടുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ കണ്ടു 35 ആണ് അസൈൻമെന്റിന് നമ്മൾ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതൊരു 90+ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡിഫറൻസ് നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്താൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ ടേം ആൻഡ് എക്സാമിനേഷൻ, ഇപ്പോൾ തിയറി പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്നത് മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റി നല്ല സ്കോർ മേടിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ഗ്രേഡ് ലെവലായിരിക്കില്ല നിങ്ങളുടെ ഗ്രേഡ്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ മിനിമം ഗ്രേഡ് നോക്കുമ്പോഴാണ് നമുക്ക് D കിട്ടിയത്. അത് Bയിലോട്ടും Aയിലോട്ടും എത്താൻ വളരെ നിസ്സാരമാണ്, നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മിനിമം സ്കോർ ഫോക്കസ് ചെയ്യാതെ മാക്സിമം സ്കോർ ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരും പഠിക്കുക. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നല്ല മാർക്കോടുകൂടെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതി തന്നെ നിങ്ങളും ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും, നല്ല മാർക്ക് മേടിക്കാനും പറ്റും. അപ്പോൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ എക്സാമിന് എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. അതുപോലെ ഇനിയും ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.